ഡാനി എവിടെ? ഇറങ്ങിയില്ലേ അവൻ ഇതുവരെ? ആ ചയ, ഞാൻ റെഡിയായി, വാ നമുക്ക് പോവാം. ഇന്നലെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഫയൽ എടുത്തില്ലേ? ഓ സോറി അച്ചായ, ഇപ്പം എടുത്തിട്ട് വരാം. വേഗം വേണം, ടെൻഡറിനുള്ള സമയമായി, ലേറ്റ് ആവാൻ പാടില്ല. ഒരു ഫയൽ എടുക്കാൻ ഇത്ര ടൈമോ? അവൻ പോയിട്ട് അവിടെ എന്തെടുക്കുന്നേ? ഡാനി, നീ ഇതെന്തോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ? അച്ചായ, അത് ഇന്നലെ തന്ന ഫയല്, അത് കാണാനില്ല. നീ ഇതെന്താ പറയുന്നേന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ഡാനി? ഫയല് കാണാനില്ലെന്നോ? അച്ചായ, ഞാനിത് ഇവിടെ കബോർഡിൽ വെച്ചിരുന്നതാ, പക്ഷെ ഇപ്പൊ നോക്കിയിട്ട് കാണാനില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഡാനി, നിനക്കിതിന്റെ സീരിയസ്നെസ് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത്ര ഇമ്പോർട്ടന്റ് ഫയലാ. അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചാ പോരായിരുന്നു. നീ എന്നിട്ട് ഇത് കാണാനില്ലെന്ന് പറയുന്നു. എന്ത് ധൈര്യത്തിലാ നീ അത് എന്റെ അടുത്ത് പറഞ്ഞേ? എടാ, നീ ഇങ്ങനെ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാതെ. അവൻ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണും, നമുക്ക് നോക്കാം. അങ്ങനെ തോന്നിയോടത്ത് കൊണ്ടുവയ്ക്കാനാണോ അവനെ ഞാൻ ഈ ഫയൽ ഏൽപ്പിച്ചത്? ഡാനി, ഇതാണോ നീ അന്വേഷിക്കുന്ന ഫയല്? ആ, ഇത് തന്നെ, ഇത് തന്നെയാ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. താങ്ക് യു സോ മച്ച് റയാൻ, താങ്ക് യു വെരി മച്ച്. നിനക്കിത് എവിടെ നിന്നാ കിട്ടിയത്? അത് ഇന്നലെ രാത്രി റയാൻ ഈ ഫയൽ ഇവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ റയാൻ ഒരു കോള് വന്ന് അവനകത്തേക്ക് പോയി. ഈ ഫയൽ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാനാ ആ ഡ്രോയിലേക്ക് എടുത്തു വെച്ചേ. താങ്ക് യു റയാൻ, താങ്ക് യു സോ മച്ച്. നീ എന്തിനാ ഡാനി അവൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നേ? ഇനി അവൻ മനഃപൂർവ്വം അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലോ? അച്ചായ, നിങ്ങൾ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? റയാൻ അത്തരക്കാരനല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാവരും ഒരുപോലെയാണെന്ന് ഇങ്ങനെ വിചാരിക്കല്ലേ? ഡാനി, ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട. അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നീ ഒന്ന് ഓർത്തു നോക്കിയാ മതി. അങ്കിൾ. ആ, മോനെത്തിയോ? അവർക്ക് വേറെ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല അങ്കിൾ, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി തന്നെ പോകുന്നുണ്ട് മോനെ. മോന് ഇല്ലാത്ത ഒരു കുറവും ഞങ്ങൾ വരുത്തുന്നില്ല. എല്ലാം അപ് ടു ഡേറ്റ് ആയി തന്നെ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അങ്ങനെ തന്നെ വേണം അങ്കിൾ. ഞാനില്ലാത്തതിൻ്റെ ഒരു കുറവും അവിടെ വരാൻ പാടില്ല. എൻ്റെ ഡാഡിയുടെ ഏറ്റവും വലിയ സ്വപ്ന ആ ബിസിനസ്. അത് ഈ വേൾഡിലെ തന്നെ നമ്പർ 1 ആക്കണം. അതിനു വേണ്ടി നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടേ പറ്റൂ. ഹേ റയാൻ. ജെസ്സി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. അപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആർ യു ഓക്കെ? യാ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അല്ല, നിന്റെ പഠിത്തമൊക്കെ എവിടെ വരെയായി? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നീ? പിന്നല്ലാതെ, ക്ലാസ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് മന്ത് എക്സാമാ. അത് കൂടി കഴിഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ആയി. ആഹാ, അപ്പൊ 2-3 മാസം കൂടി കഴിഞ്ഞ ഈ വീട്ടിൽ നിന്ന് ഒരു ഡോക്ടറാവും അല്ലേ അങ്കിളെ? എല്ലാത്തിനും നന്ദി പറയേണ്ടത് മോന്റെ ഡാഡിയോടാ. മോന്റെ ഡാഡി കാരനാ എന്റെ മോള് ഇത്ര പഠിച്ചതും ഇപ്പോ ഈ നിലയിൽ എത്തിയതും. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അവൾക്ക് ഇതൊന്നും സാധിക്കില്ലായിരുന്നു. അങ്കിളെ, അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ. അവള് നന്നായി പഠിക്കുമായിരുന്നു, അതുകൊണ്ടല്ലേ
ഡാഡി മുൻകൈയെടുത്ത് അവളെ പഠിപ്പിച്ചതും ഈ നിലയിൽ എത്തിച്ചതും ഒക്കെ ഇനിയും അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. അതന്നെ, ഡാഡി ഇപ്പോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ റയാനെ വിഷമിപ്പിക്കുന്നേ? അതൊക്കെ പോട്ടെ, മോനിപ്പോ പോകുന്നുണ്ടോ? ഇല്ല അങ്കിൾ, വൈകിട്ടേ പോകുന്നുള്ളൂ. ഓഫീസിലേക്കാണെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ നേരത്തെ തിരിച്ചു ചെന്നാ അവർക്ക് സംശയാവും. ആഹാ, അതെന്തായാലും നന്നായി. അപ്പൊ എനിക്കൊരു കൂട്ടായല്ലോ. പിന്നെ റയാൻ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനിത്ര മുഖവരയൊക്കെ വേണോ? നമ്മള് ഫ്രണ്ട്സ് അല്ലേ, ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവർ. പിന്നെ നിനക്കെന്താ ഇത്ര സ്റ്റാർട്ടിങ് ട്രബിള്? എന്താണെങ്കിലും പറഞ്ഞോ. മക്കളെ, എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ഓക്കെ അങ്കിൾ. എന്താടി ഇങ്ങനെ ചിരിക്കുന്നേ? നിനക്ക് എന്തോ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറയാനുണ്ട്. ആദ്യം അത് പറ. അത് അത് പിന്നെ എടി, ഒരു മിനിറ്റ്, എനിക്ക് കോള് വരുന്നുണ്ട്. ഹലോ ഡാനി, പറ. ഹലോ റയാൻ, നീ എവിടെയാ? ഞാനിവിടെ ഒരു ക്ലയന്റിനെ കാണാൻ വന്നിരിക്കയാ. എന്താ ഡാനി? ആണോ? എങ്കിൽ അത് പെട്ടെന്നൊന്ന് തീർത്തിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? എന്തു പറ്റി ഡാനി? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. റയാൻ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നാൽ മതി. എളുപ്പം വന്നേക്കണേ. എന്താ, എന്തു പറ്റി? അറിയില്ല, എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. ഞാൻ എന്തായാലും ഇറങ്ങാം. അപ്പൊ ശരി, പിന്നെ കാണാം. ആഹാ, റയാൻ ഇത്ര നേരത്തെ എത്തിയോ? വാ, ഇരിക്കി. ഇവനോടാരാ ഇപ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അച്ചായ, എന്താ ഇത്? ഞാൻ വിളിച്ചിട്ടാ റയാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇത്രയും വലിയൊരു സന്തോഷ നിമിഷത്തില് അവനും കൂടെ വേണ്ടേ നമ്മുടെ കൂടെ? ഏ, സന്തോഷോ? സന്തോഷിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? എന്താ, ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പാടില്ലേ? സന്തോഷിക്കാൻ നിന്റെ അനുവാദം വേണോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കാര്യം എന്താന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അച്ചായ, മതി, നിർത്തിക്ക്. വെറുതെ അവനെ പേടിപ്പിക്കാതെ. റയാൻ, കാര്യം ഞാൻ പറയാം. ഇന്ന് രാവിലെ ഒരു ടെൻഡറിന് വേണ്ടിയിട്ട് അച്ചായനും ഡാനിയും കൂടി പോയില്ലേ? ആ ടെൻഡർ നമുക്ക് കിട്ടിയെന്നേ. നമ്മൾ ഇത്രയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഡർ എത്ര വലുതായിരിക്കുമെന്ന് റയാൻ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. 1000 കോടി, 1000 കോടിയുടെ ടെൻഡറാ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തു പറ്റി റയാൻ? നീ ഇത് കേട്ടിട്ട് ഹാപ്പി അല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഹാപ്പിനെസ്സിൽ അവൻ എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താനാ? അവൻ നമ്മുടെ ഫാമിലി മെമ്പർ അല്ലല്ലോ, പുറത്തുനിന്ന് വന്ന ഒരു സ്ട്രേഞ്ചർ അല്ലേ. അപ്പോ അങ്ങനെ വരൂ. അച്ചായ, റയാൻ അച്ചായന്റെ ഹസ്ബൻഡാണ്. എന്തിനാ അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏയ്, ഹാപ്പിനെസ് ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ നിങ്ങളുടെ വിജയത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. നിങ്ങളുടെ ബോണ്ട്, നിങ്ങളുടെ ബുദ്ധിയും ആത്മാർത്ഥതയും കഠിനാധ്വാനാണ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ വിജയം. അത് നിങ്ങൾ 3 പേരും ഒരുപോലെ ഉപയോഗിക്കുന്നത് കൊണ്ടാ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് മറ്റൊരു ബിസിനസ്സുകാർക്ക് സാധിക്കാത്തത്. അതിനെപ്പറ്റിയെല്ലാം ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു. റയാൻ, നീ നിന്നെ ഒഴിവാക്കണ്ട. ഇനി മുതൽ നീയും ഈ ബിസിനസിന്റെ ഒരു ഭാഗം അല്ലേ അച്ചായ? രാവിലെ നീ വന്ന് ഒരു ഹീറോയെ പോലെ ഡാനിനെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് അവൻ നിന്നെ വിശ്വസിക്കായിരിക്കും. പക്ഷേ എനിക്കിപ്പോഴും നിന്നെ സംശയമുണ്ട്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, ഇല്ലാതിരിക്കാം. അത്
എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. അപ്പൊ നിനക്ക് നന്നായി സംസാരിക്കാനും അറിയും. ഞാൻ കരുതിയിരുന്നത് നിന്റെ വായിൽ നാവില്ലെന്നാ. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചപ്പോഴൊക്കെ നീ മിണ്ടാതെ നിന്ന് കേൾക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാ. ഇപ്പം മനസ്സിലായി, ഞാൻ വിചാരിക്കുന്ന പോലെ പാവമല്ല നീയെന്ന്. എബ്രിഡ് പ്ലീസ്, ഒരു തർക്കത്തിന് ഞാനില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ കുറച്ചു നേരം തനിയെ ഇരുന്നോട്ടെ. ആ, നിങ്ങളെ രണ്ടുപേരും ഇവിടെ സംസാരിച്ച് നിൽക്കാണോ? താഴോട്ട് വാ, അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. വന്ന് ജോയിൻ ചെയ്. താഴെ എന്താ ഡാനി? നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ വിജയത്തെക്കുറിച്ച്? അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പാർട്ടി. പുറത്തുനിന്ന് ആരുമില്ല, നമ്മൾ ഈ വീട്ടിലുള്ളവരും മാത്രം. വാ, വന്ന് ജോയിൻ ചെയ്. ഏയ്, ഞാനില്ല. ഞാൻ ഡ്രിങ്ക്സ് അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? ഇഫ് യു ഫീൽ ഹാപ്പി ഇൻ അവർ വിക്ടറി ദെൻ യു ഹാവ് ടു ഡ്രിങ്ക് ഇറ്റ്. അത് അച്ചായൻ പറഞ്ഞത് കറക്റ്റാ. വാ റയാൻ, ഞങ്ങളുടെ കൂടെ ഒരു പെഗ് പ്ലീസ്. You know, I am very, very happy today. Oh, I feel very happy. I am also very happy, Ajaya. I'm very happy. This victory is only belong to us. ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഞങ്ങൾ നേടിയെടുത്തതാ ഈ വിക്ടറി. No one can interfere it. I am the only one who suffer a lot for this. I feel very proud now. ഒരുപാട് കാലത്തെ എൻ്റെ കഠിനാധ്വാന, അതിനൊരു റീസണേ ഉള്ളൂ. ഈ വിജയം ഒരാൾക്ക് മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് ഫാദർ ഓഫ് us. അജയ, മതി, നിർത്ത്. എന്തിനാ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറയുന്നേ? അതെല്ലാം കേട്ട് കഴിഞ്ഞ ആ മൂടങ്ങ് പോവും. ഞാൻ പറയൂടാ, ഞാനേ പറയൂ. നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയിട്ടാ. They will be happy. അല്ലടാ? നീ എന്താ പറഞ്ഞേ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂടങ്ങ് പോകുന്നു. ഇല്ലടാ, എനിക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എല്ലാം ചെയ്യാൻ കുറച്ചുകൂടെ ഉത്സാഹം കൂടത്തേയുള്ളൂ. അവരാണ് എൻ്റെ സ്ട്രെങ്ത്. അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് നമുക്ക് ഇവിടെ വരെ എത്താൻ കഴിയില്ലായിരുന്നു. പക്ഷേ അവരിപ്പം നമ്മുടെ കൂടെ ഇല്ലാതായി പോയല്ലോടാ. അതിന് ഞാൻ അച്ചായ, മതി. അച്ചായൻ ഇപ്പൊ തന്നെ ഓവറാ.
ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ റൂമിൽ കൊണ്ട് കിടത്താം. ഏയ് ഇല്ല, ഞാൻ ഓവറല്ല. എനിക്ക് ഇനിയും കഴിക്കണം. നീ മാറി നിൽക്ക്, കുറച്ചുകൂടെ ഒഴിയടാ. ഞാൻ കഴിക്കട്ടെ. ഇനി ബോധം മറയുന്നത് വരെ എനിക്ക് കുടിക്കണം. എന്നിട്ട് വേണം ഉറങ്ങാൻ. അച്ചായൻ ഉറങ്ങിക്കോ, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതെവിടെ പോയി? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഡാനി റൂമിൽ കൊണ്ട് കിടത്തിയെന്നല്ലേ പറഞ്ഞേ? പിന്നെ ഇതെങ്ങോട്ട് പോയി? എന്താ പേടിച്ചു പോയോ നീ? ഇത്രേ ഉള്ളൂ നിനക്ക് ധൈര്യം? പേടിക്കണ്ട. ഐ നോ ഐ ആം ഡ്രങ്ക്, ബട്ട് എൻ്റെ സ്വബോധമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ കുടിക്കും. എൻ്റെ ബോധം നശിക്കുന്നത് വരെ കുടിക്കും. കാരണം ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ്. നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഹാപ്പി. ബട്ട് യു നോ സംതിങ്, ഐ ഫീൽ സംതിങ് നൗ. എന്താ? I don't know, but இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். இன்று விண்ணிலாவில் அந்த ஈர